Good morning. Today we are going to discuss some problems on time and work. These are some important facts and formulas. First one, if A can do a piece of work in n days, then A's 1 day's work equal to 1 by n. Okay. എക്ക് ഒരു വർക്ക് days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്രയാ 1 by n ആണ്. Second point, if A's 1 day's work equal to 1 by n, then I can finish the work in n days. Okay, എനിക്ക് ഒരു ദിവസം വർക്കിന്റെ 1 by n കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ വർക്ക്? n days കൊണ്ട് അല്ലേ? എന്നിൽ ഒരു ഭാഗം ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ n days വേണം. ഇവിടെ നോക്കി അതിന്റെ റെസിപ്രോക്കലാണ് വരുന്നത് അല്ലേ? ഈസ് 1 day's വർക്ക് ഈക്വൽ ടു 1 by ആണെങ്കിൽ n days അതിന്റെ 1 by n റെസിപ്രോക്കൽ n days കൊണ്ട് എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് വൺ നോക്കിയേ, എനിക്കൊരു വർക്ക് n days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ റെസിപ്രോക്കലാണ് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് വൺ, if A is thrice as good a workman as B, then ratio of work done by A and B equal to 3:1. B യെക്കാളും A 3 times ഗുഡ് ആണെങ്കിൽ വർക്കിൽ അവരുടെ വർക്ക് ഡണ്ണിന്റെ റേഷ്യോ എത്രയാണ്? 3:1 വരും. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ റേഷ്യോ 3:1 ആണെങ്കിൽ എയും ബിയും ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ കാര്യത്തിൽ, ടൈമിന്റെ കാര്യത്തിൽ എങ്ങനെ വരും അതിന്റെ റേഷ്യോ? 1:3. ഓക്കെ. ബി യെക്കാളും എഫിഷ്യന്റ് ആണ് എ, 3 times എഫിഷ്യന്റ് ആണ്. എ ഒരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന വർക്ക് ബിക്ക് 3 ദിവസം എടുക്കേണ്ടി വരും. Okay, ratio of work done by A and B is 3:1, but the ratio of times taken by A and B to finish a work is 1:3. Next one is problem. A can do a work in 15 days and B in 20 days. If they work on it together for 4 days, then the fraction of the work that is left is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ആലോചിച്ച്. I can do a work in 15 days and B in 20 days. അപ്പോൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എക്ക് 15 days വേണം, ബിക്ക് 20 days. ഇനി രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? 4 days വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര വർക്ക് ബാക്കിയുണ്ട്? ഓക്കെ, എത്ര വർക്കാണ് അവർ ബാക്കി വെച്ചിരിക്കുന്നത് അതാണ് വേണ്ടത് നമുക്ക്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്? ഇവിടെ നോക്കി, എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്ക് 15 ദിവസം കൊണ്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്ര വരും? 1/15 വരും. അതുപോലെ ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നതോ 1/20 വരും. ഓക്കെ. ഇനി എയും ബിയും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? അതിന്റെ സമ്മാണ്. ഓക്കെ. ഇനി അവർ രണ്ടുപേരും കൂടെ ഇതേപോലെ ഒന്നിച്ച് 4 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര വരിക നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, A's 1 day's work equal to 1/15, B's 1 day's work is equal to 1/15, 1/20. Therefore, A plus B's 1 day's work equal to their sum, that is equal to 7/60. Therefore, A plus B's 4 days work equal to 4 into 7/60, that is equal to 7/15. Therefore, remaining work, നമ്മൾ ടോട്ടൽ വർക്ക് 1 എന്ന് പറയാം അല്ലേ? ആ
1ൽ ഇത്രയും കഴിഞ്ഞു. 7/15 അവർ 4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. Therefore ബാക്കിയുള്ള വർക്ക് എത്രയാണ്? 1 minus 7/15. That is equal to 8/15. 8/15 is the answer. ക്ലിയർ ആണോ? അപ്പോൾ എക്ക് ഒരു വർക്ക് ചെയ്യാൻ 15 ദിവസം വേണം, ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം വേണം. അപ്പോൾ എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? ആ 15-ൽ ഒന്നാണ് ഒരാൾ ഒരു ദിവസം ചെയ്യുന്നത്, 1/15. ബി ചെയ്യുന്നതും 1/20 ആണ്. രണ്ടുപേരും കൂടി ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ആ രണ്ടെണ്ണത്തിന്റെ സം വരും. അങ്ങനെ 4 ദിവസം വർക്ക് ചെയ്തു. ഒരു ടോട്ടൽ എത്ര വർക്ക് ചെയ്തു? 7/15 വർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 1 minus 7/15 equal to 8/15. Next question. You can lay railway track between two given stations in 16 days. And we can do the same job in 12 days. With the help of C, they did the job in 4 days only. Then C alone can do the job in 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, റെയിൽവേ ട്രാക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ എടുക്കുന്നത് 16 ഡേയ്സ് ആണ്. അതേ കാര്യം ബി ചെയ്യാൻ വേണ്ടി 12 ഡേയ്സ് എടുക്കും. ഓക്കെ, ഇനി എന്ത് കിട്ടിയിട്ടുണ്ട്? അവിടെ സി എന്ന് പറയുന്ന ഒരു പേഴ്സന്റെ ഹെൽപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 3 പേരും കൂടി, എയും ബിയും സിയും കൂടി ആ ഒരു ജോബ് 4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സി സ്വന്തമായിട്ട് ആ ജോബ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി? എ പ്ലസ് ബി പ്ലസ് സി 1 ഡേയ്സ് വർക്ക് ഈക്വൽ ടു 1/4. അതെങ്ങനെയാ കിട്ടിയത്? ഇതെങ്ങനെയാ കിട്ടുന്നത്? എയും ബിയും സിയും കൂടി 4 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 4 ദിവസം കൊണ്ട് 3 ആളും കൂടി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 3 ആളും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാ? അതിന്റെ റെസിപ്രോക്കൽ 1/4. ക്ലിയർ അല്ലേ? എയും ബിയും സിയും കൂടി 4 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ അവര് 3 ആളും കൂടി ഒരു ദിവസം ചെയ്തിരിക്കുന്ന വർക്ക് 1/4 ആണ്. ഇനി എയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയാണ്? എ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 16 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞത്. Therefore A's 1 day's work is equal to 1/16. ബി അതേ വർക്ക് ചെയ്യാൻ 12 ഡേയ്സ് വേണമെന്ന് പറഞ്ഞു. Therefore B's 1 day's work is 1/12. Therefore സിയുടെ ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എയും ബിയും സിയും കൂടിയുള്ള 1 ഡേയുടെ വർക്ക് നമുക്കറിയാം, എയുടെ മാത്രം അറിയാം, ബിയുടെ മാത്രം അറിയാം. Therefore സിയുടെ വർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിയുടെ 1 ഡേയ്സ് വർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്കിൽ നിന്ന് എയുടെ വർക്ക് അതുപോലെ ബിയുടെ വർക്ക് ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അതാണ് എഴുതിയിരിക്കുന്നത്. സീസ് 1 ഡേയ്സ് വർക്ക് ഈക്വൽ ടു 3 പേരുടെയും കൂടിയുള്ള വർക്ക് 1/4 മൈനസ് എയുടെ വർക്ക് ബിയുടെ വർക്ക്. 1/4 മൈനസ് 1/16 പ്ലസ് 1/12. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 മൈനസ് 7/48. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/48. അപ്പോൾ സിയുടെ ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5/48. അങ്ങനെയാണെങ്കിൽ സിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം വേണം? എത്ര ദിവസം വേണം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു വർക്ക് കംപ്ലീറ്റ് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/n ആണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം വേണം? n ഡേയ്സ് വേണം അല്ലെ? ഇതിന്റെ റെസിപ്രോക്കലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 5/48 ആണ്. Therefore ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിക്ക് എത്ര ദിവസം വേണം? 48/5. 5/48ന്റെ റെസിപ്രോക്കൽ 48/5. 48/5 അതിനെ മാറ്റിക്കഴിഞ്ഞാൽ 9 3/5 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ,
ഈ 48/5 ഈക്വൽ ടു 9 3/5 ഡേയ്സ് എഴുതിയിരിക്കുന്ന ക്ലിയർ ആണെന്ന് കരുതുന്നു. എങ്ങനെ കിട്ടുക? 48/5 95 45 വരും അല്ലേ? 9 5s are 45, ബാക്കിയുള്ളത് 3. അപ്പോൾ 9 വന്നു, പിന്നെയുള്ളത് 3/5 ബാക്കിയുണ്ട്. therefore 9 3/5 ഡേയ്സ് കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. Next question. A, B and C can do a piece of work in 20, 30 and 60 days respectively. In how many days can A do the work if he is assisted by B and C on every third day? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിരിക്കുന്നത്? ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എക്ക് 20 ഡേയ്സ് വേണം, ബിക്ക് 30 ഡേയ്സ് വേണം ആൻഡ് സിക്ക് 60 ഡേയ്സ് വേണം. ഇനി എക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അവിടെ ബിയും സിയും എല്ലാ തേർഡ് ഡേയിലും എന്നെ അസിസ്റ്റ് ചെയ്താൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 20 ഡേയ്സ് വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിയും സിയും എന്നെ അസിസ്റ്റ് ചെയ്യും ഓരോ തേർഡ് ഡേയിലും. ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും എ സ്വന്തമാണ് വർക്ക് ചെയ്യുന്നത്. തേർഡ് ഡേ വരുമ്പോഴത്തേക്കും അവിടേക്ക് എയും ബിയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും ഫോർത്ത് ഡേ വരുമ്പം എ ഒറ്റയ്ക്കാണ്, ഫിഫ്ത്ത് ഡേയിൽ എ ഒറ്റയ്ക്കാണ്, സിക്സ്ത് ഡേയിൽ വീണ്ടും വരുമ്പോൾ ബിയും സിയും കൂടെ വരും. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ നമുക്കതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എയുടെ ഒരു ദിവസത്തെ വർക്ക് നോക്കാം. എയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയാ? 1/20 ആണ്. അപ്പോൾ എ ഒറ്റയ്ക്ക് 2 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. therefore എയുടെ 2 days വർക്ക് ഇസ് ഈക്വൽ ടു 1/10 കിട്ടും. ഇനി എയും ബിയും സിയും കൂടി ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് എത്രയാണ് വർക്ക് പോകുന്നത് നോക്കാം. അല്ലേ, ഓരോ തേർഡ് ഡേയിലും ഇവർ 3 പേരും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവർ 3 പേരും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ദിവസം എത്ര വർക്ക് അവിടെ തീരുന്നുണ്ട്? A plus B plus C is 1 day's work equal to 1/20 plus 1/30. ഇത് B എടുത്ത് 1/60 C എടുത്ത് അത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6/60 കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/10. അപ്പൊ ഇവര് 3 പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/10 ആണ്. എ ഒറ്റയ്ക്ക് 2 ദിവസം ചെയ്യുന്ന വർക്ക് 1/10 ആണ്. അപ്പോൾ 3 ദിവസത്തിൽ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ, ഈ 3 ദിവസവും കൂടി ചെയ്യുന്ന വർക്ക് എത്രയാ? ആദ്യത്തെ 2 ദിവസം നമ്മുടെ എ മാത്രം വർക്ക് ചെയ്തു 1/10. മൂന്നാമത്തെ ദിവസം 3 പേരും കൂടി വർക്ക് ചെയ്തു 1/10. therefore that is equal to 1/5 വർക്ക് 3 ദിവസത്തിൽ അവർ ചെയ്യുന്നുണ്ട്. 3 ദിവസം കൊണ്ട് 1/5 വർക്കിന്റെ 1/5 ഭാഗം അവർ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ക്ലിയർ ആവാ? വർക്കിന്റെ 1/5 ഭാഗം 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? 15 ഡേയ്സ്. ഓക്കെ, ടോട്ടൽ വർക്കിന്റെ 1/5 ഭാഗം 3 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അടുത്ത 1/5 ഭാഗം അടുത്ത 3 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര ദിവസം വേണ്ടി വരും കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്? 3 into 5 equal to 15 days. therefore 50 is the answer. Next question. A alone can do a piece of work in 6 days and B alone in 8 days. A and B undertook to do it for Rs 3,200. With the help of C, they completed the work in 3 days. How much is to be paid to C? ഇവിടെ എന്താ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്? ഒരു വർക്ക് തീർക്കാൻ എ ഒറ്റയ്ക്കാണെങ്കിൽ 6 ഡേയ്സ് വേണം, ബി ഒറ്റയ്ക്കാണെങ്കിൽ 8 ഡേയ്സ് വേണം. അപ്പോൾ എയും ബിയും കൂടി ആ ഒരു വർക്ക് 3200 രൂപയ്ക്ക് എടുത്തിരിക്കുക. 3200 രൂപയ്ക്ക് എയും ബിയും കൂടി അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇനി സിയുടെ ഹെൽപ്പോട് കൂടി അവർക്ക് ആ ഒരു വർക്ക് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ സിക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? സിക്ക് കൊടുക്കേണ്ട പൈസ എത്ര? ഓക്കെ, സിക്ക് എത്ര കൊടുക്കണം എന്ന് എങ്ങനെയാ തീരുമാനിക്കുക? സി എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തീരുമാനിച്ചു അല്ലേ? അപ്പൊ എന്തായാലും 3 ദിവസം കൊണ്ട് ഇവർക്ക് 3 പേർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വർക്ക്. ഇനി എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്രയാ? 1/6 ആണ് അല്ലേ? എ 6 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. therefore എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/6 ആണ്. ബിയുടെ എന്ന് പറയുന്നത് 1/8 ആണ്. ഇനി എയും ബിയും സിയും കൂടെ കൂടിയിട്ട് എത്ര ദിവസം കൊണ്ട് എത്ര വർക്ക് എടുക്കും? ഒരു ദിവസം എത്ര വർക്ക് എടുക്കും? 1/3 വർക്ക് ചെയ്യും അല്ലേ? 3 പേർക്കും കൂടെ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. therefore അവർ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. therefore സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇവിടെ നോക്ക്, സിയുടെ ഒരു ദിവസത്തെ വർക്ക് അല്ലെ, സീസ് 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 3 പേരും കൂടി 1/3 ചേർക്കും. ഒരു ദിവസം 1/3 വർക്ക് ചെയ്യും, എയും ബിയും സിയും കൂടി. ഇനി സിയുടെ ഒരു ദിവസത്തെ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഉള്ളിൽ എയും ബിയും സിയുടെയും കൂടെ വർക്കാണിത്. അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? എയുടെ വർക്കും ബിയുടെ വർക്കും മൈനസ് ചെയ്യണം. therefore 1/3 minus 1/6 plus 1/8, that is equal to 1/3 minus 7/24, that is equal to 1/24. അപ്പൊ ഇതാണ് സിയുടെ ഒരു ദിവസത്തെ വർക്ക്. ഇനി അപ്പൊ ഇവരുടെ വർക്കുകളുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് തന്നെയാണ് അവർക്ക് കിട്ടുന്ന കൂലി അല്ലെ? അപ്പൊ എസ് വേജസ് ഈസ്റ്റ് ബീസ് വേജസ് ഈസ്റ്റ് സീസ് വേജസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? അവരെത്രത്തോളം വർക്ക് ചെയ്തോ അതനുസരിച്ചാണ്. അപ്പം എ ഒരു ദിവസം 1/6 ചെയ്യുന്നുണ്ട് വർക്ക്, ബി എന്ന് പറയുന്നത് 1/8 ആണ്, സി എന്ന് പറയുന്നത് 1/24 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? 4:3:1 എഴുതാം അല്ലേ? ടോട്ടലായിട്ട് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 4:3:1 ഇതാണ് അവർ ചെയ്യുന്നത്. ഒരു ദിവസം ചെയ്യുന്നത്. therefore C's share for 3 days equal to 3 into 1/24 into 3,200, that is equal to 400 rupees. okay, 3യുടെ വർക്ക് എങ്ങനെയാണ്? 1/24 ആണ്. therefore 3 into 1/24 into 3,200, that is equal to 400. അപ്പോൾ സിക്ക് കൊടുക്കേണ്ട ഇവർ ഷെയർ കൊടുക്കേണ്ടത് എത്രയാണ്? 3 ദിവസത്തേക്ക് കൂടി എത്ര പൈസ കൊടുക്കണം? 400 രൂപ കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if 6 men and 8 boys can do a piece of work in 10 days, while 26 men and 48 boys can do the same in 2 days, the time taken by 15 men and 20 boys in doing the same type of work will be, for options തന്നിട്ടുണ്ട്, 4 days, 5 days, 6 days, 7 days. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. 6 men and 8 boys 10 days കൊണ്ട് വർക്ക് തീർക്കും. ഇനി തന്നിരിക്കുന്നത് 26 men and 48 boys 2 days കൊണ്ട് വർക്ക് ചേർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 15 men plus 20 boys എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്ക് വേരിയബിൾസ് കൊണ്ടുവരാം. വേരിയബിൾസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ നോക്കിയേ, ലെറ്റ് 1 man's 1 day's work എക്സ് ആയിട്ട് കൊടുത്തു, വേരിയബിൾ കൊണ്ടുവന്ന് എക്സ് കൊടുന്നു, ആൻഡ് 1 boy's 1 day's work is equal to y. therefore ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, 6 men and 8 boys
10 days കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ 6 men and 8 boys ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? 10 ദിവസം കൊണ്ട് അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എത്ര വരുന്നത്? 1/10 വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6x plus 8y. That means 6 men and 8 boys. 1/10. അതുപോലെ തന്നെ 26x plus 48y. 1/2. 26 men and 48 boys ആ വർക്ക് 2 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അവരുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി അപ്പോൾ നമ്മുടെ അടുത്ത് 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. 6x plus 8y is equal to 1/10 and 26x plus 48y is equal to 1/2. ഈ 2 ലീനിയർ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to 1/100 എന്നും y is equal to 1/200 എന്നും കിട്ടും. എന്ന് പറഞ്ഞ മീനിങ് എന്താ? 1 man's 1 day's work equal to 1/100 അല്ലേ? ഒരാൾ ഒരു ദിവസം 1/100 വർക്ക് ചെയ്യും. ഇനി ഒരു ബോയ് ഒരു ദിവസം 1/200 വർക്ക് ചെയ്യും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 15 men and 20 boys ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? കണ്ടുപിടിച്ചൂടെ? ഒരു മെൻ വർക്ക് ചെയ്യുന്നത് 1/100 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 15 men വരുമ്പോൾ 15 into 1/100 ദാറ്റ് ഈസ് 15/100 പ്ലസ് 20 boys. ഒരു ബോയ് 1/200 ചെയ്യും. Therefore 20 boys ആണെങ്കിൽ 20/200. That is equal to ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/4 കിട്ടും. അപ്പോൾ 15 men and 20 boys ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 1/4 ആണ്. അപ്പോൾ അവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം വേണം? അതിൻ്റെ റെസിപ്രോക്കൽ വേണം. ഒരു ദിവസം 1/4 ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എത്രയാണോ അത്രയും ദിവസം വേണം അവർക്ക് അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് 4 days. ഓക്കെ. അപ്പോൾ 15 men and 20 boys can do the work in 4 days. Next question. I can do a piece of work in 4 hours. B and C together can do it in 3 hours, while A and C together can do it in 2 hours. How long will B alone take to do it? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? എ ഒറ്റയ്ക്ക് 4 hours കൊണ്ട് തീർക്കും. ബിയും സിയും കൂടെ 3 hours കൊണ്ട് തീർക്കും. എയും സിയും കൂടെ 2 hours കൊണ്ട് തീർക്കും. നമുക്ക് വേണ്ടത് എന്താണ്? ബി ഒറ്റയ്ക്ക് എത്ര ചെയ്യും, എത്ര അവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, അതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ കിട്ടും? ഇവിടെ നോക്കി, എയുടെ ഒരു അവേഴ്സിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. 1 hourൽ 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബിയും സിയും കൂടെ 1 hourൽ 1/3 ചെയ്യുന്നുണ്ട്. എയും സിയും കൂടെ 1/2 ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്. എ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ബി പ്ലസ് സി ചെയ്യുന്നതും എ പ്ലസ് സി ചെയ്യുന്നതും നമുക്കറിയാം 1 മണിക്കൂറിൽ. അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടെ 1 മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എ പ്ലസ് ബി പ്ലസ് സി 1 hours വർക്ക് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഇവിടെ എയുടെ 1 hourലെ വർക്ക് നമുക്കറിയാം, ബി പ്ലസ് സിയുടെ 1 hourലെ വർക്ക് നമുക്കറിയാം. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എ ബി ആൻഡ് സി 3 ആളും കൂടി ചെയ്യുന്ന 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന വർക്ക് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 1/4 പ്ലസ് 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12. ഇപ്പോൾ 3 പേരും കൂടി 1 അവറിൽ തീർക്കുന്ന വർക്കാണ് ഈ 7/12 എന്ന് പറയുന്നത്. Therefore, ബിയുടെ ഒറ്റയ്ക്ക്
ബീസ് 1 hours വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 3 പേരും കൂടിയുള്ള വർക്ക് നമുക്കറിയാം. എയും സിയും കൂടെ ചെയ്യുന്ന വർക്ക് നമുക്കറിയാം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ബിയുടെ മാത്രമൊക്കെ എടുത്തൂടെ? ബിയുടെ 1 hours വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 7/12 നിന്ന് 1/2 മൈനസ് ചെയ്താൽ മതി. 7/12 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12. അപ്പോൾ ബിയുടെ 1 അവറിലെ വർക്കാണ് ഈ 1/12. ദെർഫോർ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബിക്ക് എത്ര സമയം വേണം? ഇതിന്റെ റെസിപ്രോക്കൽ വേണം. ക്ലിയർ ആണോ? B's 1 hours work is equal to 1/12. Therefore, B alone will take 12 hours to do the work. Okay, therefore 12 is the answer.